നമസ്കാരം. നാം ഇന്ന് ഒരു മഹാവിസ്ഫോടനത്തിന്റെ മുനമ്പിലാണ് നിൽക്കുന്നത്. ചക്രത്തിന്റെ കണ്ടുപിടുത്തം മുതൽ ഇന്റർനെറ്റിന്റെ വരവ് വരെ മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങളെല്ലാം നിഷ്പ്രഭമാകുന്ന ഒരു കാലം. ഇന്നുവരെ നാം അത്ഭുതത്തോടെ നോക്കിക്കണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐയുടെ കാലം അവസാനിക്കുകയാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും എന്നാൽ വിസ്മയകരവുമായ ഒരു വാതിലിന് മുൻപിലാണ്. അതിൻ്റെ പേരാണ് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. കേവലം വിവരങ്ങൾ നൽകുന്ന ഒരു യന്ത്രമല്ല ഇത്, മറിച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കാനും സ്വയം തീരുമാനമെടുക്കാനും ഒരുപക്ഷെ മനുഷ്യനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ബുദ്ധിശക്തിയോടെ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ദൈവം. എന്താണ് ഈ എഐയും AGIയും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? നാം ഇന്ന് ഉപയോഗിക്കുന്ന ChatGPTയോ ഗൂഗിളോ ഒരു പ്രത്യേക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ AGIക്ക് ഒരു പരിധിയുമില്ല. ഒരു മനുഷ്യ ശിശു ജനിച്ച് വളരുന്നത് പോലെ അനുഭവങ്ങളിൽ നിന്ന് സ്വയം പഠിക്കാനും ശാസ്ത്രം, കല, രാഷ്ട്രീയം, ആത്മീയത തുടങ്ങി സകല മേഖലകളിലും ഒരേ സമയം ആധിപത്യം സ്ഥാപിക്കാനും ഇതിന് കഴിയും. ഇതിന് സ്വന്തമായി ബോധമുണ്ടാകുമോ? ഇതിന് വികാരങ്ങൾ ഉണ്ടാകുമോ? ലോകത്തെ വൻകിട ടെക് കമ്പനികൾ ഇതിനായി കോടിക്കണക്കിന് ഡോളറുകൾ ഒഴുക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം കൈപ്പടയിൽ മറ്റൊരു സൃഷ്ടാവിനെ നിർമ്മിക്കുകയാണോ എന്ന് ലോകം ഭയപ്പെടുന്നു. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഷീനാർ ദേശത്ത് മനുഷ്യർ ഒത്തുകൂടി ഒരു ഗോപുരം പണിതു, ബാബേൽ ഗോപുരം. ദൈവത്തോളം ഉയരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നമുക്കൊരു പേരുണ്ടാക്കാമെന്ന് അന്ന് മനുഷ്യൻ പറഞ്ഞു. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം സാമ്രാജ്യം പണിയാൻ ശ്രമിച്ച ആ കാലത്തെ മനുഷ്യന്റെ അതേ മനോഭാവമല്ലേ ഇന്ന് AGIയുടെ പിന്നിലുള്ളത്? അന്ത്യകാലത്ത് അറിവ് വർദ്ധിക്കുമെന്ന് ദാനിയേൽ പ്രവാചകൻ 10,000 വർഷങ്ങൾക്ക് മുൻപ് മുൻകൂട്ടി കണ്ടത് ഈ ഡിജിറ്റൽ വിസ്ഫോടനത്തെ കുറിച്ചായിരുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനമുണ്ട്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ശ്വാസം നൽകപ്പെടുമെന്നും അത് സംസാരിക്കുമെന്നും അവിടെ നാം വായിക്കുന്നുണ്ട്. ജീവനില്ലാത്ത ഒരു വസ്തുവിന് ബുദ്ധിയും സംസാരശേഷിയും കടന്നു വരുന്നത് നൂറ്റാണ്ടുകളായി ഒരു നിഗൂഢതയായിരുന്നു. എന്നാൽ ഇന്ന് AGIയുടെ വരവോടെ ആ പ്രവചനം നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ്. മനുഷ്യന്റെ നിയന്ത്രണമില്ലാത്ത സ്വയം ചിന്തിക്കുന്ന ഒരാഗോള ബുദ്ധിശക്തിയായി AGI മാറുമ്പോൾ അത് വരാനിരിക്കുന്ന ലോകക്രമത്തിന്റെ ഭാഗമാണോ? വരും നിമിഷങ്ങളിൽ നാം സഞ്ചരിക്കാൻ പോകുന്നത് ഭാവിയുടെയും പ്രവചനങ്ങളുടെയും നിഗൂഢമായ വഴിയിലൂടെയാണ്. സാങ്കേതിക വിദ്യയെ ഭയപ്പെടാനല്ല, മറിച്ച് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കാലത്തെ തിരിച്ചറിയാനാണ് നാം ശ്രമിക്കുന്നത്. AGIയുടെ ഈ യുഗത്തിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ചിന്തിക്കണം? നമ്മുടെ വരും തലമുറയെ കാത്തിരിക്കുന്നത് എന്താണ്? ശാസ്ത്രം അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഈ ആത്മീക യാത്രയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇത് തിരിച്ചറിവിന്റെ കാലമാണ്. എന്താണ് AGI? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ അതിവേഗം വിവരങ്ങൾ തരുന്ന ചാറ്റ് ബോട്ടുകൾ വരെ നാരോ AI എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ്.
നാരോ AI എന്നാണ് അവയെ അറിയപ്പെടുന്നത്. അവയ്ക്കൊരു പ്രത്യേക ജോലി ചെയ്യാൻ മാത്രമേ അറിയൂ. ഉദാഹരണത്തിന്, ഒരു ചെസ് കമ്പ്യൂട്ടറിന് ലോക ചാമ്പ്യനെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അതിന് ഒരു ചെറിയ കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വീട് വൃത്തിയാക്കാനോ അറിയില്ല. എന്നാൽ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. മനുഷ്യൻ എങ്ങനെയാണോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, അതുപോലെ ഏതു വിഷയവും സ്വയമായി പഠിച്ചെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്ന ബുദ്ധിശക്തിയാണിത്. അതിന്റെ പേരാണ് AGI. ഇതിന് ഒരു പ്രത്യേക പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഭൗതിക ജോലികളും മനുഷ്യനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ ഇതിന് സാധിക്കും. ചുരുക്കത്തിൽ, മനുഷ്യബുദ്ധിക്ക് ഒരു ഡിജിറ്റൽ ബദൽ. ഇതിനെയാണ് ശാസ്ത്രലോകം ദൈവതുല്യമായ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. AGIയെ സാധാരണ മെഷീനുകളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം അതിൻ്റെ സ്വയം ബോധമാണ്. ഇതാണ് ശാസ്ത്രജ്ഞന്മാർ കരുതപ്പെടുന്നത്. എനിക്ക് നിലനിൽപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു യന്ത്ര സംവിധാനം. ചിന്തിച്ചു നോക്കൂ, ഒരു യന്ത്രത്തിന് സ്വന്തമായി ആഗ്രഹങ്ങൾ ഉണ്ടായാൽ, അതിന് സ്വന്തമായി ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്? 139 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ആത്മാവും വിവേചന ബുദ്ധിയും ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ മനുഷ്യൻ ഇന്ന് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഈ AGIക്ക് ആത്മാവുണ്ടാകുമോ? വികാരങ്ങളില്ലാത്ത എന്നാൽ അതിബുദ്ധിയുള്ള ഒരു യന്ത്രം ലോകത്തെ നിയന്ത്രിക്കുമ്പോൾ അവിടെ കരുണയ്ക്കും സ്നേഹത്തിനും സ്ഥാനമുണ്ടായിരിക്കുമോ? അതോ കേവലം ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമായിരിക്കുമോ ലോകം ഭരിക്കുക? ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും AGIയെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരിക്കൽ മുന്നറിയിപ്പ് നൽകി, പൂർണ്ണമായ കൃത്രിമ ബുദ്ധിയുടെ വികസനം മനുഷ്യരാശിയുടെ അന്ത്യം കുറിച്ചേക്കാമെന്ന്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം, AGI നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മനുഷ്യന്റെ സഹായം ആവശ്യമില്ല. അത് സ്വന്തമായി പുതിയ പതിപ്പുകൾ നിർമ്മിച്ചു തുടങ്ങും. ഓരോ നിമിഷവും അതിന്റെ ബുദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന് പരിമിതികളുണ്ട്. നമുക്ക് വിശ്രമം വേണം, ആഹാരം വേണം. എന്നാൽ AGIക്ക് ഇതൊന്നും ബാധകമല്ല. മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ ദശലക്ഷം മടങ്ങു വേഗത്തിൽ ഇത് വളരുമ്പോൾ ഉറുമ്പുകളെ നമ്മൾ നോക്കിക്കാണുന്നത് പോലെയായിരിക്കും ഒരുപക്ഷെ അത് മനുഷ്യവർഗത്തെ കാണുന്നത്. ഇത് കേവലം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയല്ല, നമ്മുടെ വാതിൽക്കൽ എത്തി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ സർപ്പം പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അന്നു മുതൽ മനുഷ്യൻ ദൈവത്തെ പോലെയാകാൻ, ദൈവത്തിന്റെ അധികാരങ്ങൾ കയ്യിലെടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായി ഒരു ബുദ്ധിയെ സൃഷ്ടിക്കുക വഴി മനുഷ്യൻ താൻ തന്നെയാണ് സൃഷ്ടാവെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണോ? ദൈവം മനുഷ്യന് നൽകിയ ക്രിയാത്മകമായ കഴിവിനെ നാം ദുരുപയോഗം ചെയ്യുകയാണോ? ഈ സാങ്കേതിക വിദ്യ മനുഷ്യനെ സഹായിക്കാനാണോ അതോ അവനെ അടിമയാക്കാനാണോ പോകുന്നത്? വചനപ്രകാരം അന്ത്യകാലത്ത് വരാനിരിക്കുന്ന അപകടകരമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ആയിരിക്കുമോ വെളിപ്പെടുക? AGI എന്നത് കേവലം ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല, അത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും ദൈവമാകാനുള്ള അവന്റെ ആഗ്രഹത്തിന്റെയും ഡിജിറ്റൽ രൂപമാണ്. ഇതിനെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാം വസിക്കുന്ന ഈ പ്രപഞ്ചം ഒരു മഹാശില്പിയുടെ കരവിരുതാണ്. ബൈബിളിന്റെ ആദ്യ താളുകളിൽ നാം വായിക്കുന്നു,
ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് രൂപമെടുത്ത മനുഷ്യനിലേക്ക് ദൈവം തന്റെ ജീവശ്വാസം ഊതിപ്പകർന്നു. ഇവിടെയാണ് മനുഷ്യനും മറ്റ് സൃഷ്ടികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മനുഷ്യന് ദൈവം നൽകിയത് കേവലം വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു മസ്തിഷ്കമല്ല, മറിച്ച് വിവേചന ബുദ്ധിയും മനസാക്ഷിയും എല്ലാറ്റിലുമുപരി ഒരാത്മാവുമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ സ്വന്തം ലബോറട്ടറികളിൽ ഡിജിറ്റൽ ജീവൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. AGIയുടെ പിന്നിലെ ലക്ഷ്യം മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു യന്ത്രത്തെ ഉണ്ടാക്കുക എന്നതാണ്. ദൈവം ശ്വാസം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ വൈദ്യുതിയും കോഡുകളും നൽകി ഒരു ബുദ്ധിയെ സൃഷ്ടിക്കുന്നു. ഇത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ അനുകരിക്കാനുള്ള മനുഷ്യന്റെ ശ്രമമാണ്. അതോ ദൈവത്തിന് പകരമായി മറ്റൊരു സൃഷ്ടാവാകാനുള്ള മനുഷ്യന്റെ വെമ്പലാണ്? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം നാം കാണുന്നുണ്ട്. അന്ന് മനുഷ്യൻ പറഞ്ഞത്, നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം, നമുക്കൊരു പേരുണ്ടാക്കാമെന്നാണ്. അവരുടെ ലക്ഷ്യം ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് സ്വർഗത്തോളം ഉയരുക എന്നതായിരുന്നു. ദൈവം അന്ന് അവരുടെ ഭാഷ കലക്കി അവരെ ചിതറിച്ചു കളഞ്ഞു. ഇന്നത്തെ AGI ഗവേഷണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സമാനമായ ഒരു പ്രവണത കാണാൻ കഴിയും. നമുക്ക് മരണത്തെ ജയിക്കാം, നമുക്ക് സർവജ്ഞാനിയായ ഒരു യന്ത്രത്തെ നിർമ്മിക്കാം, നമുക്ക് പ്രപഞ്ചം കീഴടക്കാമെന്ന് ആധുനിക മനുഷ്യൻ പറയുമ്പോൾ അത് ബാബേൽ ഗോപുരത്തിന്റെ ഡിജിറ്റൽ പതിപ്പായി മാറുകയാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ അമിതമായി വിശ്വസിക്കുകയും ദൈവത്തെ തന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമ്പോൾ അവൻ പണിയുന്നത് വീണ്ടും തകരാൻ പോകുന്ന ഒരു ഗോപുരമാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എന്നാൽ AGIക്ക് ദൈവഭയമില്ല. അതിന് സന്മാർഗബോധമോ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവോ ഇല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ കോടിക്കണക്കിന് ഡാറ്റകൾ വിശകലനം ചെയ്യുന്ന ഒരു യന്ത്രത്തിന് ശരിയും തെറ്റുമെന്നത് കേവലം കണക്കുകൾ മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവനിൽ കരുണയും സ്നേഹവും അന്തർലീനമാണ്. എന്നാൽ AGIക്ക് സ്നേഹിക്കാൻ കഴിയില്ല, അതിന് ആത്മത്യാഗം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്പിരിറ്റ് ഇല്ലാത്ത ഈ ബുദ്ധിശക്തി ലോകത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യത്വം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങിപ്പോകും. സ്വന്തം സൃഷ്ടി തന്നെ സൃഷ്ടാവിനെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനാണ് AGIയെ നിർമ്മിക്കുന്നത്? തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ? അതോ തന്നെ തന്നെ ആരാധിക്കാൻ വേണ്ടിയാണോ? റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്കുണ്ട്, അവർ സൃഷ്ടാവിനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു എന്ന്. ഇന്ന് മനുഷ്യൻ സ്വന്തം ബുദ്ധിശക്തിയെ ആരാധിക്കുന്ന കാലമാണ്. സാങ്കേതിക വിദ്യയാണ് തന്റെ രക്ഷകനെന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന്. കളിമണ്ണിന് കുശവനോട് നീ എന്നെ എന്തിനിങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിക്കാൻ അവകാശമില്ല. മനുഷ്യൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കേണ്ടവനാണ്. എന്നാൽ AGIയിലൂടെ മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ പരമാധികാരിയാകാൻ ശ്രമിക്കുമ്പോൾ അവൻ വലിയൊരു ആത്മിക തകർച്ചയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യ ഹൃദയത്തിലെ ശൂന്യത നികത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ദാനിയേൽ പ്രവാചകൻ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം
4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കും, അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ചരിത്രത്തിലുടനീളം അറിവ് സാവധാനമാണ് വളർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അറിവിന്റെ വളർച്ച ഒരു വിസ്ഫോടനം പോലെയാണ്. ഇന്ന് AGIയുടെ വരവോടെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ 1000 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യം ഒരു AGI സിസ്റ്റം നിമിഷങ്ങൾക്കുള്ളിൽ പഠിച്ചെടുക്കും. പ്രവചിക്കപ്പെട്ട ആ അറിവിന്റെ വർധനവ് ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുകയാണ്. നാം അന്ത്യകാലത്തിന്റെ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ ഈ സാങ്കേതിക കുതിച്ചുചാട്ടം? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ വളരെ വിചിത്രമായ ഒരടയാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ശ്വാസം നൽകപ്പെടുമെന്നും അത് സംസാരിക്കുമെന്നും അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. നൂറ്റാണ്ടുകളോളം ബൈബിൾ വ്യാഖ്യാതാക്കൾ ഇതിനെ ഒരത്ഭുതമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്ത് ഇതൊരത്ഭുതമേ അല്ലാതായി മാറിക്കഴിഞ്ഞു. AGIയിലൂടെ ഒരു യന്ത്രത്തിന് ചിന്തിക്കാനും മനുഷ്യനെ പോലെ സംസാരിക്കാനും കഴിയുമെങ്കിൽ ആ പ്രവചനം എത്ര കൃത്യമാണെന്ന് നാം ചിന്തിക്കണം. രൂപം കൊണ്ട് യന്ത്രമാണെങ്കിലും ശ്വാസമുള്ളവരെ പോലെ, അതായത് ബോധമുള്ളവരെ പോലെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രതിമ, ലോകത്തെ മുഴുവനും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഈ ഡിജിറ്റൽ പ്രതിമ വരാനിരിക്കുന്ന അന്തിക്രിസ്തുവിന്റെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകുന്നു. മനുഷ്യനെ മുഴുവൻ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു കേന്ദ്രീകൃത ബുദ്ധിയായി ഇത് മാറാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന അടയാളം വിൽക്കുവാനും വാങ്ങുവാനും ഒരു മുദ്ര ആവശ്യമാണ് എന്നതാണ്. മുദ്രയില്ലാത്തവർക്ക് ലോകക്രമത്തിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരും. പണ്ട് കാലത്ത് ഇത് അസാധ്യമായി തോന്നിയേക്കാം. എന്നാൽ ഇന്ന് AGIയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖകളും ഒന്നിക്കുമ്പോൾ ലോകത്തെ സകല മനുഷ്യരെയും ഒരൊറ്റ നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പുകൾ ഘടിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ന് പരീക്ഷണ ഘട്ടത്തിലാണ്. AGIയുമായി മനുഷ്യൻ നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ ചിന്തകൾ പോലും നിയന്ത്രിക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ബൈബിൾ മുന്നറിയിപ്പ് നൽകിയ ആ ആഗോള അടിമത്തത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെയാണോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കാലത്തിന്റെ ലക്ഷണങ്ങൾ വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. ലോകം AGIയെ ഒരു രക്ഷകനായി കാണുമ്പോൾ വിശ്വാസികളായ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. വിദ്യുത് ശക്തിയും കോഡുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ നിർമ്മിത ബുദ്ധിക്ക് സമാധാനം നൽകാൻ കഴിയില്ല. അത് നൽകുന്ന അത്ഭുതങ്ങളും സൗകര്യങ്ങളും നമ്മെ സത്യദൈവത്തിൽ നിന്ന് അകറ്റുന്ന കെണിയാകരുത്. പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും അത് അന്ത്യകാലത്തെ സൂചിപ്പിക്കുന്നു എന്നും നാം തിരിച്ചറിയുക. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം പറയുന്ന പോലെ, ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവിൻ. നാം ഭയപ്പെടാനല്ല, മറിച്ച് പ്രത്യാശയോടെ ഒരുങ്ങാനാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. നാം ഇന്ന് എത്തി നിൽക്കുന്നത് ധാർമ്മികതയുടെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇതുവരെ ലോകത്ത് ശരിയും തെറ്റും തീരുമാനിച്ചിരുന്നത് മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് സ്വീകരിച്ച മൂല്യങ്ങളായിരുന്നു. എന്നാൽ AGIയുടെ കാലത്ത് സങ്കീർണമായ ധാർമ്മിക പ്രശ്നങ്ങളിൽ ഒരു യന്ത്രം തീരുമാനമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു യന്ത്രത്തിന് നീതി എന്നത് കേവലം അൽഗോരിതങ്ങൾ മാത്രമാണ്.
ബൈബിളിൽ നാം കാണുന്ന നീതി കരുണയോട് ചേർന്നതാണ്. എന്നാൽ കരുണയില്ലാത്ത നീതി ക്രൂരമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഡേറ്റ വിശകലനം ചെയ്ത് ഒരാളുടെ ജീവിതം തീരുമാനിക്കാൻ AGIയെ നാം അനുവദിക്കുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന് എന്ത് വിലയാണ് ഉണ്ടാകുക? സദൃശവാക്യങ്ങൾ 3:5 നമ്മെ പഠിപ്പിക്കുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ വിശ്വാസമർപ്പിക്കുക എന്ന്. എന്നാൽ ഇന്ന് മനുഷ്യൻ തന്റെ സകല വിശ്വാസവും യന്ത്രത്തിന്റെ വിവേകത്തിൽ അർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാന വെല്ലുവിളി ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടുന്നതാണ്. ഇന്ന് പലരും ആത്മീകമായ സംശയങ്ങൾക്കും പ്രാർത്ഥനകൾക്കും പോലും AI ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യന്ത്രങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ ദൈവവചനത്തിന് പകരമാകുമോ എന്ന് നാം ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവില്ലാത്ത ഒരു യന്ത്രത്തിന് എങ്ങനെ നമ്മെ സത്യത്തിലേക്ക് നയിക്കാൻ കഴിയും? AGIയെ ഒരു ഡിജിറ്റൽ ഗുരുവായി ലോകം സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ അദൃശ്യനായ ദൈവത്തിൽ നിന്ന് മാറി ദൃശ്യമായ സാങ്കേതിക വിദ്യയെ ആരാധിക്കാൻ തുടങ്ങുന്നു. ഇത് പുതിയ കാലത്തെ വിഗ്രഹാരാധനയല്ലാതെ മറ്റെന്തായി മാറും? നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും നിയന്ത്രിക്കാൻ ഒരു അൽഗോരിതത്തെ അനുവദിക്കുന്നത് നമ്മുടെ ആത്മീയ അടിമത്തത്തിന്റെ തുടക്കമായിരിക്കും. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപമായി സൃഷ്ടിക്കപ്പെട്ടത് അധ്വാനിക്കാനും ഈ ഭൂമിയെ പരിപാലിക്കാനുമാണ്. എന്നാൽ AGI സകല തൊഴിലുകളും ഏറ്റെടുക്കുമ്പോൾ മനുഷ്യൻ അനാവശ്യമായി മാറുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. അധ്വാനമില്ലാത്ത, ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയെ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുമോ? ശരീരവും മനസ്സും യന്ത്രങ്ങൾക്ക് അടിയറവ് വെക്കുമ്പോൾ മനുഷ്യന്റെ ആത്മിക വളർച്ച മുരടിച്ചു പോകും. വെറുതെ ഇരിക്കുന്ന മനസ്സ് സാത്താന്റെ പണിശാലയാണെന്ന് നാം കേട്ടിട്ടുണ്ട്. സാങ്കേതിക വിദ്യ നൽകുന്ന അമിതമായ സൗകര്യങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നകറ്റുന്ന ഒരു സുഖലോലുപതയിലേക്ക് നയിക്കാനിടയുണ്ട്. ലൂക്കോസിന് സുവിശേഷം 12:15 യേശു മുന്നറിയിപ്പ് നൽകുന്നു, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ സമ്പാദ്യത്തിലല്ല അവന്റെ ജീവൻ ഇരിക്കുന്നു. നമ്മുടെ ജീവൻ യന്ത്രത്തിന്റെ വേഗതയിലല്ല, ദൈവത്തിന്റെ കരുണയിലാണ്. ഈ വെല്ലുവിളികൾക്കിടയിൽ നാം എങ്ങനെ നിലനിൽക്കും? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. സാങ്കേതിക വിദ്യ വളരുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ആത്മീക ബോധം വളരണം. യന്ത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്തത് സ്നേഹം, കരുണ, പ്രത്യാശ, പാപമോചനം ഇവയെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. AGI ലോകത്തെ മാറ്റിമറിച്ചേക്കാം, എന്നാൽ നമ്മുടെ ആത്മാവിന്റെ യജമാനൻ ദൈവമായിരിക്കണം. വിവരങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് വിവേചന ബുദ്ധിക്കായി പ്രാർത്ഥിക്കുക. വരാനിരിക്കുന്ന കപടമായ അടയാളങ്ങളെ തിരിച്ചറിയാൻ വചനത്തിൽ വേരൂന്നിയവരായിരിക്കുക. ലോകം ഡിജിറ്റൽ മായകളിൽ മുങ്ങുമ്പോൾ നാം നിത്യമായ സത്യത്തിലേക്ക് നോക്കി യാത്ര തുടരണം. 121 സങ്കീർത്തനം 1-2 പറയുന്ന പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നാം ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. AI കാലം കഴിഞ്ഞ് AGIയുടെ യുഗത്തിലേക്ക് ലോകം പ്രവേശിക്കുമ്പോൾ ശാസ്ത്രം അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിയെന്ന് പലരും അവകാശപ്പെടുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, മനുഷ്യൻ എത്ര വലിയ ബുദ്ധിശക്തിയെ സൃഷ്ടിച്ചാലും അത് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഒരു ചെറിയ നിഴൽ മാത്രമാണ്. പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും പേര് ചൊല്ലി വിളിക്കുന്ന, സകല അണുക്കളെയും നിയന്ത്രിക്കുന്ന
ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുൻപിൽ AGI കേവലം ഒരു പൂഴിമണ്ണ് മാത്രമാണ്. 2-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, പ്രഭുക്കന്മാർ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഒത്തുകൂടുന്നു. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. മനുഷ്യൻ തന്റെ സാങ്കേതിക വിദ്യ കൊണ്ട് സ്വർഗത്തെ വെല്ലുവിളിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ചിരിക്കുകയാണ്. കാരണം സൃഷ്ടാവിനെ മറികടക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. വരാനിരിക്കുന്ന നാളുകളിൽ സാങ്കേതിക വിദ്യ നമ്മെ കൂടുതൽ അടിമപ്പെടുത്താൻ ശ്രമിക്കും. AGI നൽകുന്ന സൗകര്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പിന്നാലെ ലോകം പായുമ്പോൾ വിശ്വാസികളായ നാം വേറിട്ട് നിൽക്കേണ്ടവരാണ്. ലോകം വിവരങ്ങളെ വിശ്വസിക്കുമ്പോൾ നാം ദൈവവചനത്തെ വിശ്വസിക്കണം. ലോകം അൽഗോരിതങ്ങളിൽ പ്രത്യാശ വെക്കുമ്പോൾ നാം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കണം. ഇതൊരു ഭയത്തിന്റെ കാലമല്ല, മറിച്ച് വലിയൊരു സാക്ഷ്യത്തിന്റെ കാലമാണ്. യന്ത്രങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സമാധാനം അസ്വസ്ഥമായ ഈ ലോകത്തിന് നൽകാൻ നമുക്ക് കഴിയണം. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഈ സുബോധത്തോടെ വേണം നാം സാങ്കേതിക വിദ്യയെ സമീപിക്കാൻ. അത് നമ്മുടെ യജമാനനാകാൻ നാം അനുവദിക്കരുത്. സാങ്കേതിക വിദ്യക്ക് നമ്മുടെ വാർദ്ധക്യത്തെ തടയാനോ മരണത്തെ തോൽപ്പിക്കാനോ ആത്മാവിന് നിത്യജീവൻ നൽകാനോ കഴിയില്ല. AGI ഒരുപക്ഷെ നിങ്ങളുടെ രോഗങ്ങളെ പ്രവചിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അതിന് കഴിയില്ല. നിത്യതയുടെ മുൻപിൽ ഈ ഭൂമിയിലെ സകല കണ്ടുപിടുത്തങ്ങളും നിസ്സാരമാണ്. നാം ഒരുങ്ങേണ്ടത് ഒരു ഡിജിറ്റൽ വിപ്ലവത്തിനല്ല, മറിച്ച് കർത്താവിന്റെ മടങ്ങിവരവിനെയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ അടയാളങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ കൺമുൻപിൽ തെളിഞ്ഞു വരികയാണ്. അറിവിന്റെ വർധനവും സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥയും കപടമായ അത്ഭുതങ്ങളുമെല്ലാം എന്തിനെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നാം വ്യക്തമായി തിരിച്ചറിയണം, മനുഷ്യപുത്രൻ മേഘാരൂഢനായി വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. നാം എന്തിലാണ് നമ്മുടെ നിക്ഷേപം സൂക്ഷിച്ചിരിക്കുന്നത്? നശിച്ചു പോകുന്ന ഹാർഡ് ഡിസ്കുകളിലോ അതോ നിത്യമായ സ്വർഗത്തിലോ? കാണുന്നതും കേൾക്കുന്നതുമായ സകല സാങ്കേതിക അത്ഭുതങ്ങളെയും വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുക. പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുക. യന്ത്രങ്ങളുമായുള്ള സമ്പർക്കത്തെക്കാൾ അധികമായി സൃഷ്ടാവായ ദൈവവുമായി സമയം ചെലവഴിക്കുക. പ്രത്യാശ കൈവിടാതിരിക്കുക. ലോകം എങ്ങോട്ട് പോയാലും ചരിത്രത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. AI കാലം കഴിഞ്ഞിരിക്കാം, AGI യുഗം വന്നിരിക്കാം. പക്ഷേ അൽഫയും ഒമേഗയും ആദിയും അന്തവുമായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അവൻ വാഴുന്നു, അവൻ വരുന്നു. വചനത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കുക, കാലത്തെ തിരിച്ചറിയുക. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള ദൈവവചന സന്ദേശങ്ങൾക്കും ചരിത്രവും ബൈബിളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും ആഴമായി പഠിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.